രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ആദ്യത്തെ അതിജീവിതയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമേ, ഞങ്ങൾ സഹിച്ച എല്ലാ വേദനകളും വഞ്ചനകളും അതിജീവിക്കാൻ ധൈര്യം നൽകിയതിന് നന്ദി എന്നാണ്. ഇരുട്ടിൽ എന്താണ് നടന്നതെന്ന് നീ കണ്ടു. ലോകം കേൾക്കാത്ത നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും കുഞ്ഞുങ്ങളെ ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിയപ്പോഴും നീ തുണയായി. സ്വർഗത്തിൽ നിന്ന് മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമായിരിക്കും. തെറ്റായ ഒരാളെ അവരുടെ അച്ഛനായി തെരഞ്ഞെടുത്തതിന്, വിശ്വസിച്ചതിന് അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. ആക്രമണങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും അവർ മുക്തരാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങളുടെ കണ്ണുനീർ സ്വർഗത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒരിക്കലും മറക്കില്ലെന്ന് ആ കണ്ണുനീർ പറയും. നിങ്ങളുടെ സാന്നിധ്യം അത്രമേൽ പ്രധാനപ്പെട്ടത്. നമ്മളിനിയും കാണുന്നതുവരെ അമ്മയുടെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടാകുമെന്ന വളരെ വൈകാരിക സ്പർശമുള്ളൊരു കുറിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ആദ്യത്തെ നിസ്സഹായ അതിജീവിത, മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. റോഷിയുണ്ട്. റോഷി, അത് വായിക്കുമ്പോൾ തന്നെ നനവ് പടരുന്നതാണ്. അത്രമേൽ വൈകാരികതയുള്ള ഒരു പോസ്റ്റാണ് ഒന്നാമത്തെ ഈ അതിജീവിത ഇട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ വാർത്ത വന്നയുടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്താണ് അതിജീവിത പറയുന്നത് നമ്മളോട്, റോഷി? അരുൺകുമാർ, വൈകാരികമായ കുറിപ്പാണ് ഫേസ്ബുക്കിൽ അതിജീവിതയുടെ ആദ്യ പരാതി നൽകിയ യുവതിയാണ്. ആ പരാതിയിൽ ഈ കുറിപ്പിൽ അവൾ പറയുന്നത് വലിയ മാനസിക വേദനയോടെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച പ്രയാസങ്ങളാണ് അതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് വേദനകൾ, വിധി തീർപ്പുകൾക്കും വഞ്ചനകൾക്കും ഇടയിലും ഞങ്ങളെ അംഗീകരിക്കാനുള്ള ധൈര്യം നൽകിയതിന് നന്ദി എന്ന് കുറിച്ചുകൊണ്ട്, ഇരുട്ടിൽ നടന്നതൊക്കെയും നീ കണ്ടു. ലോകം കേൾക്കാതെ പോയ ആ നിലവിളികൾ കേട്ടു. ഞങ്ങളുടെ ശരീരത്തിൽ അതിക്രമിക്കപ്പെട്ടപ്പോഴും പിന്നീട് കുഞ്ഞുങ്ങളെ ബലമായി അടർത്തി മാറ്റിയപ്പോഴും കൂടെ നിന്നു ദൈവം എന്നാണ് ആ കുട്ടി കുറിക്കുന്നത്. ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത ഗർഭചിത്രത്തിന് വിധേയമാക്കിയതിന്റെ ഒരു മാനസിക പ്രയാസമാണ് ഈ കുറിപ്പിൽ ഉടനീളം പ്രകടിപ്പിക്കുന്നത്. അവസാന ഭാഗത്ത് ഒരു അമ്മയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. അമ്മമാർ നിങ്ങൾ ഹൃദയത്തിൽ വഹിക്കും, നമ്മൾ വീണ്ടും കാണുന്നതുവരെ. കുഞ്ഞാറ്റ എന്ന പേരാണ് ആ പുറത്തില്ലാതെ പോയ ആ ജീവനിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി ഗർഭചിത്രത്തിന് വിധേയമായപ്പോൾ ഇല്ലാതെ പോയ ആ കുഞ്ഞിന്റെ പേര് കുഞ്ഞാറ്റ എന്നാണ് ആ അമ്മ എഴുതിയിരിക്കുന്നത്. അമ്മ നിന്നെ ചന്ദ്രനോളം സ്നേഹിക്കുന്നു തിരികെയും എന്ന ഒരു, അങ്ങനെ വളരെ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളാണ്. കുഞ്ഞുമക്കളെ ഞങ്ങളുടെ കണ്ണീർ സ്വർഗത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഇത് പറയട്ടെ. നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല. നിങ്ങളുടെ അസ്തിത്വത്തിന് വിലയുണ്ടായിരുന്നു. നിങ്ങളുടെ ആത്മാവിന് വിലയുണ്ട്. അമ്മമാർ നിങ്ങളെ ഹൃദയത്തിൽ വഹിക്കും, നമ്മൾ വീണ്ടും കാണുന്നതുവരെ എന്ന് പറഞ്ഞ് സംഗ്രഹിക്കുകയാണ്. അങ്ങനെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ആ പെൺകുട്ടി എഴുതിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് സാമൂഹ്യ മാധ്യമത്തിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി, ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കിയത് സംബന്ധിച്ച പരാതി നൽകിയ ആ യുവതി ഇങ്ങനെ ഒരു കുറിപ്പുമായി എത്തുന്നത്, പൊതു ഇടത്തിലേക്ക് എത്തുന്നത്. ഇതുവരെ പ്രതികരണം ഉണ്ടായിരുന്നില്ല. പരസ്യമായി പ്രതികരിക്കാൻ കഴിയാത്തത്ര രീതിയിൽ സാമൂഹ്യ മാധ്യമത്തിൽ വേട്ടയാടപ്പെട്ടിരുന്നു ഈ പെൺകുട്ടി. അങ്ങനെ ഒടുവിൽ അവൾ പുറത്തേക്ക് വന്ന് പ്രതികരിക്കുകയാണ്. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. റോഷി, വളരെ വേദനിപ്പിക്കുന്ന, ഹൃദയത്തെ തൊടുന്ന ഒരു സന്ദേശമാണ് ഉള്ളത്. നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒരിക്കലും മറക്കില്ലെന്ന് ആ കണ്ണുനീർ പറയും. നിങ്ങളുടെ സാന്നിധ്യം അത്രമേൽ പ്രധാനപ്പെട്ടത്. നമ്മൾ ഇനിയും കാണുന്നതുവരെ അമ്മയുടെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടാകുമെന്ന് ഒന്നാമത്തെ അതിജീവിത പറയുന്നു. ഒന്നാമത്തെയും മൂന്നാമത്തെയും പെൺകുട്ടികളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗർഭം ധരിച്ച പെൺകുട്ടികൾ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുമ്പോൾ നിസ്സഹായരായി പോവുകയായിരുന്നു. ആ കുഞ്ഞുങ്ങളെ കൊന്ന് അഥവാ അബോർട്ട് ചെയ്തതിനു ശേഷം ആ ഭ്രൂണത്തിന്റെ ഐഡന്റിറ്റിയിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംശയിച്ചു. അതാണ് മൂന്നാമത്തെ അതിജീവിത കൂടുതൽ പരാതിയുമായി രംഗത്തെത്താനുള്ള കാരണം. അതിക്രൂരമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്.